ഉപവാസം. നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്തിനോടും പുലർത്തിയിരുന്ന മിതത്വമായിരുന്നു ക്രിസ്തുവിന്റെ ചാരുതകളിൽ ഒന്ന്. ഭാരതത്തിന്റെ ഭാഷയിൽ ദമം. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന മട്ടിലാണ് വർത്തമാനകാലത്തിന്റെ നടപ്പു രീതികൾ. ക്രിസ്തുവിന്റെ തന്നെ ഭാഷയിൽ ചിലർ ഭക്ഷിക്കാത്തവരായും പാനം ചെയ്യാത്തവരായും വരുന്നു. വേറെ ചിലർ ഭക്ഷിക്കുന്നവരായും പാനം ചെയ്യുന്നവരായും മാത്രം നിലനിൽക്കുന്നു. ഒന്നുകിൽ സ്റ്റോയിക്കാവുക, അല്ലെങ്കിൽ എപ്പിക്യൂറിയനായി നിലനിൽക്കുക. ഒരു ഗിത്താർ കാട്ടി പണ്ടൊരു ഗുരു പറഞ്ഞതാണതിന്റെ ശരി. ഒത്തിരി മുറുക്കിയാൽ തന്ത്രികൾ പൊട്ടിപ്പോകും, അയഞ്ഞാൽ പിന്നെ സംഗീതവുമില്ല. അതിനിടയിൽ എവിടെയോ വച്ചാണ് ശരീരമെന്ന വാദ്യോപകരണത്തെ ട്യൂൺ ചെയ്യേണ്ടത്. 40 ദിവസം ഉപവസിച്ച ക്രിസ്തുവിനെ 40 വിരുന്നു മേശകളിലായി പുതിയ നിയമത്തിന്റെ പലയിടങ്ങളിലായി ആദരിച്ചിരുത്തുക വഴി സുവിശേഷകന്മാർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെ. തന്റെ ശിഷ്യന്മാരെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നൊരാരോപണം ക്രിസ്തു അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിന് അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് ഉപവാസത്തിന്റെ താക്കോൽ. മണവാളൻ കൂടെയുള്ളപ്പോൾ വിരുന്നുകാർ ഉപവസിക്കേണ്ട കാര്യമില്ല. മണവാളനെന്ന് നിങ്ങൾ ജീവിതത്തിൽ വിലമതിക്കുന്നതെന്ത്? ഈശ്വരാനുഭവം തൊട്ട് അഗാധമായ ഒരു സൗഹൃദം വരെ എന്തും നിങ്ങളുടെ മണവാളൻ തന്നെ. വിലപിടിപ്പുള്ള അനുഭവങ്ങൾ കളഞ്ഞുപോയെന്ന് ഖേദിക്കുന്നവർക്ക് അവയെ തിരികെ പിടിക്കാനുള്ള വഴിയാണ് ഉപവാസം എന്ന സാരം. അങ്ങനെയെങ്കിൽ ഇനിയും ഭൂമിക്ക് ഉപവാസം ആവശ്യമുണ്ട്. ചങ്കിൽ കൈവച്ച് തങ്ങൾ മണവാളനോടൊപ്പമാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലാത്തിടത്തോളം കാലമെങ്കിലും. അഗാധമായ അനുഭവങ്ങളിലേക്കുള്ള ഇടനാഴിയായി ഉപവാസങ്ങളെ കണ്ടു തുടങ്ങുമ്പോൾ അത് കയ്പ് നിറഞ്ഞതോ വിരസമോ ആയ അനുഭവമല്ല. സ്വയം ഒരു മരുഭൂമി സൃഷ്ടിക്കുകയാണ് ഉപവാസത്തിന്റെ ധർമ്മം. ആ മരുഭൂമിയിൽ 40 ദിവസം ചിലവഴിച്ചാണ് ക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന്റെ മുന്നൊരുക്കം നടത്തിയത്. ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമാണ് ഉപവാസം എന്ന കാലാകാലങ്ങളായ സങ്കല്പത്തിന്റെ ഒരു പൊളിച്ചെഴുത്തു കൂടിയാണത്. അതുമാത്രമായിരുന്നെങ്കിൽ അവന് ദേശം വിട്ട് മണൽക്കാട്ടിലേക്ക് പോകേണ്ടതില്ലായിരുന്നു. മരുഭൂമിയിലെ മൗനം, സ്വയം സൃഷ്ടിച്ച ഏകാന്തത, ദൈവസ്വരം കേൾക്കാനുള്ള ശ്രമം, പരുക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള വിശാലത, വാക്കുകൊണ്ട് ജീവിക്കാനുള്ള ക്ഷണം, പലതിനോടും അരുത് എന്ന് പറയാനുള്ള ആത്മവിശ്വാസം, എല്ലാം കൂടി ചേർന്നിട്ടാണ് ഉപവാസത്തെ അവന്റെ മരുഭൂമിയോട് നമ്മൾ ചേർത്തു നിർത്തേണ്ടത്.